ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. കുന്നംകുളം ആർത്താറ്റ് മോഷണ ശ്രമത്തിനിടെ വീട്ടമ്മയെ വെട്ടിക്കൊന്ന് രക്ഷപ്പെട്ട ബന്ധുവായ കൊലയാളിയെ പിടികൂടിയത് ആനായിക്കൽ റെഡ് ആൻഡ് റെഡ്സ് ക്ലബ്ബ് പ്രവർത്തകർ. അങ്ങനെ ചേട്ടന്മാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറുപ്പ് ടീഷർട്ട് ഇട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങള് അങ്ങോട്ട് പോകുമ്പോൾ കട്ടാമ്പനാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടന്മാരടുത്ത് വിളിച്ച് പറഞ്ഞു അങ്ങനെ കണ്ടത്. ഇങ്ങനെ ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ഒരാൾ പോകേണ്ടത് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും കൂടി പിടിച്ചിട്ട് കണ്ടു. ഇത് സ്വർണ്ണാഭരണം നോക്കിയപ്പോൾ സ്വർണ്ണാഭരണം കിട്ടി. നമ്മൾ ഒരു പയ്യൻ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ ആളെ കണ്ടിട്ടാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. അങ്ങനെ ഫുൾ നനഞ്ഞ് കുളിച്ചിട്ട് ഫുൾ ബ്ലാക്ക് ഡ്രസ്സും മാസ്കൊക്കെ ബ്ലാക്ക് ആയിട്ടുള്ള ആൾ. അങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്. പറഞ്ഞ പോലെ ബ്ലാക്ക് ടീഷർട്ടും മാസ്ക് വെച്ചിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു രൂപം വന്നപ്പോൾ ചോദിച്ചതാണല്ലോ. കൊല നടന്ന അരമണിക്കൂറിനുള്ളിലാണ് പ്രതി ഇവരുടെ കൈകളിൽ കുടുങ്ങിയത്. ആർത്താറ്റ് വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയതായും കറുപ്പ് നിറത്തിലുള്ള ടീഷർട്ടും മാസ്കും ധരിച്ച പ്രതി രക്ഷപ്പെട്ടതായുമുള്ള ഓഡിയോ സന്ദേശം ഈ സമയം വാട്സാപ്പ് വഴി പ്രചരിച്ചിരുന്നു. ഈ സന്ദേശമാണ് പ്രതിയെ പിടികൂടുന്നതിന് വഴിയൊരുക്കിയത്. ഈ ഓഡിയോ കേട്ടായിരുന്നു റെഡ് ആൻഡ് റെഡ്സ് ക്ലബിന്റെ പ്രവർത്തകർ സമയോചിതമായി ഉണർന്നു പ്രവർത്തിച്ചത്. CPM ലോക്കൽ സെക്രട്ടറി ബവീഷ് ആയിരുന്നു ഈ ഓഡിയോ സന്ദേശം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തത്. ആർത്താറ്റ് കൊല നടത്തിയ കൊലയാളി ആനായിക്കൽ ഭാഗത്തേക്ക് നീങ്ങിയതായി സംശയമുണ്ടെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതോടെ ചീരംകുളങ്ങര ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ക്ലബ് അംഗങ്ങൾ പുറത്തിറങ്ങി പരിശോധിച്ചു. ഈ സമയത്തായിരുന്നു കൊലയാളിയായ കണ്ണന്റെ വരവ്. നമ്മൾ ഒരു പയ്യൻ അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഈ ആളെ കണ്ടിട്ടാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. അങ്ങനെ ഫുൾ നനഞ്ഞ് കുളിച്ചിട്ട് ഫുൾ ബ്ലാക്ക് ഡ്രസ്സും മാസ്കൊക്കെ ബ്ലാക്ക് ആയിട്ടുള്ള ആൾ. അങ്ങനെയാണ് ഞങ്ങളെ കണ്ടത്. പിന്നെ ആളുടെ പോക്കറ്റിൽ കഴിട്ടപ്പോൾ ആദ്യം ഒരു വള കിട്ടി. പിന്നെ ആളോട് ചോദിച്ചറിഞ്ഞപ്പോൾ മുടിയും കാര്യങ്ങളും ചോരൊക്കെ ആയിട്ട് കുറച്ച് അധികം ഗോൾഡുള്ള കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കൺഫേം ആയി ആൾ തന്നെയാണെന്നുള്ളത്. ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ടീഷർട്ടും മാസ്ക് വെച്ചിട്ടുള്ള ആളാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കറക്റ്റ് ആ ഒരു രൂപം വന്നപ്പോൾ ചോദിച്ചതാണല്ലോ. ആൾ പാടത്തോടെയാണ് കയറിക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആകെ ചെളി ഉണ്ടായിരുന്നു. നനഞ്ഞ് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിലാണ് വന്നത്. ദേഹമാസകലം നനഞ്ഞൊട്ടിയ നിലയിൽ മാസ്ക് ധരിച്ച് കറുത്ത ടീഷർട്ട് ധരിച്ച ആ കൊലയാളിയെ കണ്ട ഉടനെ പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി കീഴ്പ്പെടുത്തി. കൊല്ലപ്പെട്ട സിന്ധുവിന്റെ ആഭരണങ്ങളും കൊലയാളി കണ്ണന്റെ പോക്കറ്റിൽ നിന്നും പ്രവർത്തകർ കണ്ടെത്തി. ഉടനെ പോലീസിനെ വിളിച്ച് കൊലയാളിയെ കൈമാറി. ആർത്താറ്റ് നാടഞ്ചേരി വീട്ടിൽ മണികണ്ഠന്റെ ഭാര്യ സിന്ധുവിനെയാണ് സഹോദരി ഭർത്താവ് മുതുവറ സ്വദേശി കണ്ണൻ മോഷണ ശ്രമത്തിനിടെ വെട്ടിക്കൊന്നത്. സിന്ധുവിന്റെ ഭർത്താവ് മണികണ്ഠൻ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. ഇതേസമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ് ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ് ഒരുമനയൂർ. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.